ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, ആരും ആകാം. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കർമ്മ എന്താണെന്ന് നോക്കാം. അപ്പോൾ അവർ ഹാപ്പിയാണോ, അതുപോലെ അവരുടെ സിറ്റുവേഷൻസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. സാധാരണയായിട്ട് നമ്മൾ നോക്കുന്നത് എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ള ആളുകളെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു കോമൺ റീഡിങ്ങിൽ നോക്കുന്ന കാര്യങ്ങൾ കൂടി ഇതിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്, നിങ്ങളെ വേദനിപ്പിച്ചത് ആര് തന്നെയായാലും അപ്പോൾ അവർക്ക് വരുന്ന ഒരു കർമ്മ എന്താണെന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുറന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ല റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസ് ഇപ്പോൾ എന്താണ്, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കർമ്മ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരിപ്പോൾ ഹാപ്പിയാണോ? നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ഇപ്പോൾ ഹാപ്പിയാണോ? അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കർമ്മ നേരിടുന്ന സമയമാണോ? നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിഗ്രറ്റ് ഉണ്ടോ? ഓക്കെ, ഫസ്റ്റ് നമുക്ക് ടവർ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്, അവർ ഇപ്പോൾ നേരിടുന്ന സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അവരുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർ ഏതെങ്കിലും തരത്തിൽ റിഗ്രറ്റ്. ഓക്കെ, 3 കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർ ഏതെങ്കിലും തരത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, എടുത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 9 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ മെയിനായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി നിങ്ങളെ വളരെ കൺട്രോൾ ചെയ്തിരുന്ന ഒരാളാണ്. അതായത് അവരുടെ ഇഷ്ടങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി തരാതെ അവർക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അവരുടെ ഇഷ്ടത്തിന് നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും വേണം. അത്തരത്തിലായിരിക്കും അത് പോയിട്ടുണ്ടാവുക. മേ ബി അവർ എന്ത് പറഞ്ഞാലും നിങ്ങൾ യെസ് പറയേണ്ട അവസ്ഥ. അപ്പോൾ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും എല്ലാ കാര്യങ്ങളും പലപ്പോഴും നിങ്ങളാണ് വിട്ടുകൊടുത്തിട്ടുണ്ടാവുക. അത്തരത്തിലുള്ള ഒരു തരം ആ ഒരു രീതിയിൽ പോകുന്ന ഒരു കൺട്രോളിങ് നിങ്ങളുടെ മേൽ അവർക്ക് എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു. അതിവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ എക്സ് ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തായാലും ഏത് തരത്തിലുള്ള ഒരു ഇതാണെങ്കിൽ തന്നെയും ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയ ഒരു റിലേഷൻഷിപ്പും ആണെങ്കിലും ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റഡ് ആണ്. വളരെ വളരെ സെപ്പറേറ്റഡ് ആയിപ്പോയി. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ വ്യക്തി ഇപ്പോഴും ഒരു റിലേഷൻഷിപ്പിലുണ്ട് തുടരുന്നതായിട്ട് കാണുന്നത്. അതങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെയാണ് ഉള്ളതെന്ന് കാണുന്നു. അവർക്കിപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ടൊരു തോന്നലുണ്ടാവുന്നുണ്ട്. നിങ്ങളോട് സോറി പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചതിന് ഈ വ്യക്തിക്ക് നല്ലൊരു വിഷമമുള്ളതായിട്ട് കാണുന്നു. അവരതിനെ റിഗ്രറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ വ്യക്തി പകൽ സമയങ്ങളിൽ ഒന്നും തന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവില്ല. രാത്രി സമയങ്ങളിൽ പലപ്പോഴും ഒരു ഡ്രീംസ് ഒക്കെ അവർ കാണുന്നുണ്ട്. അവർ നിങ്ങളെ കാണുന്നുണ്ട് ഡ്രീംസിൽ. ആ ഡ്രീംസിൽ കൂടുതലും അവരെ യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളോട് ക്ഷമ പറയുക, അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യുക, നീ ചെയ്തത് തെറ്റിപ്പോയി, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ യൂണിവേഴ്സ് അവരെ ഈ ഒരു ഡ്രീംസിലൂടെ കാണിച്ചു കൊടുക്കുന്നതെന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ വളരെയധികം അതിലൊക്കെ വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് തെറ്റായി പോയല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതായത് അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തകൾ ഉണ്ടാവുന്നുണ്ട്. അവർ നിങ്ങളെ ഹർട്ട് ചെയ്തുവെന്നും ആ ഒരു വിഷമം നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നായിരുന്നുവെന്നും ഒക്കെ ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട്.
മേ ബി നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പും ആവാം. ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അതായത് ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം. ചിലപ്പോൾ അവർ നിങ്ങളെ സാമ്പത്തികപരമായ രീതിയിൽ ഒക്കെ ചീറ്റ് ചെയ്ത് പോയവരായിരിക്കാം. അത്തരത്തിലുള്ള ചീറ്റിംഗ് ചെയ്യേണ്ടി വന്നതിൽ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് അവർ നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആളുകളായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വേണ്ടതെല്ലാം വിട്ടുകൊടുത്തൊക്കെ അവിടെ കുറച്ച് നാൾ നിങ്ങൾ സ്റ്റക്കായി അങ്ങനെ നിന്നുപോയി. പിന്നെ നിങ്ങൾക്ക് കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയും അതിൽ നിന്ന് നിങ്ങൾ പോരുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ അതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ ഇത്തിരി പ്രയാസം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാകാനാണ് സാധ്യത. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ പറ്റാത്ത അത്ര ഒരു ഗ്യാപ്പ് വന്നു. നിങ്ങളാണ് ഇവിടെ മൂവ് ഓൺ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് മൂവ് ഓൺ ചെയ്ത് പോയി എന്ന് നമുക്ക് മനസ്സിലായി ആദ്യം തന്നെ. പക്ഷേ ഇവിടെ നമുക്ക് വീണ്ടും വന്നിരിക്കുന്ന കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളാണ് ഇവിടെ മൂവ് ഓൺ ചെയ്തതായിട്ട് കാണുന്നത്. അതായത് ഇനി മതി, എനിക്ക് മടുത്തു എന്ന തരത്തിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയതായിരിക്കും. കുറച്ച് പേർക്ക് ഇതൊരു എക്സ് വൈഫ് അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ് ഒക്കെ വന്നിട്ടുള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. കാരണം കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫാമിലി നിന്ന് മൂവ് ഓൺ ചെയ്തു പോയതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി ഇപ്പോൾ വളരെയധികം വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അതായത് അവർ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടുകൂടി ആയിരിക്കാം അവർക്കൊരു ഇത്തരത്തിലുള്ളൊരു റിയലൈസേഷൻ ഉണ്ടായിട്ടുള്ളതെന്ന് കാണുന്നു. നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ വളരെ ഹൈ ആയിട്ടാണ് നിങ്ങളുടെ എനർജി ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് ഒക്കെ അവർ കാണുന്നുണ്ട്. ഈ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് റിഗ്രറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ഈ വ്യക്തി വളരെയധികം. അവരുടെ ഒരു മൈൻഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടുന്നു. എന്തായാലും അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് വരണമെന്നുണ്ട്. നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടുമോ, അവരെ സ്വീകരിക്കുമോ, സ്വീകരിക്കാതെ ഇരിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് അവർക്കൊരു മൈൻഡിലൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പേർക്ക് നമുക്കൊരു ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത് ലാസ്റ്റ് കാണാനായിട്ട് പറ്റുന്നു. പിന്നെ ക്യൂൺ ഓഫ് കപ്സ് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ നൺ ഓഫ് വാൻഡ്സും നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കാർഡ് സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു റീയൂണിയന് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. റീയൂണിയൻ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളൊരു സെൽഫ് ലവിലേക്കൊക്കെ വരണം. നിങ്ങൾ അവനവനെ സ്നേഹിച്ചു തുടങ്ങണം. എന്നാൽ മാത്രമേ ഈ ഒരു റീയൂണിയൻ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കാണുന്നത്. പിന്നെ നമുക്ക് കാണാനായിട്ട് മറ്റ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ്, എക്സ് വൈഫ് അങ്ങനെയൊക്കെ വരുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ളവരായിരിക്കാം. അങ്ങനെയൊക്കെ വരുന്ന റിലേഷനിൽ വരുന്ന ആളുകളുമായിട്ട് അവരാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ളതെങ്കിൽ അവർ ഇവിടെ തിരിച്ചു വരുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒത്തിരി ഒരു എനർജി കിട്ടുന്നില്ല. എങ്കിൽ തന്നെയും ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ വന്നു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുമ്പോൾ മുൻപൊരു ചീറ്റിംഗ് ഒക്കെ തന്നിട്ടുള്ള ആളാണെങ്കിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണവരെ. അതായത് അവരെന്താണോ മുൻപ് ചെയ്തിരുന്നത് അത് വീണ്ടും ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം എന്നതാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുള്ള ഒരു ഗൈഡൻസ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് ജസ്റ്റ് നമുക്ക് നോക്കാം. Just related to this reading. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇടുക്കി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു.
ടുമോറോ, നാളെ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി മന്ത് നമുക്ക് വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. എബ്രോഡ്, നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവർ എബ്രോഡ് പോകാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തികളായിരിക്കാം. അപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വഴക്കും കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങളോട് പറഞ്ഞു തീർത്തതിന് ശേഷം പോകാനായിട്ട് തയ്യാറെടുക്കുന്ന ആളുകളും ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ഫോട്ടോഗ്രാഫി ഫീൽഡിലുള്ളവരായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. 23 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 2 months വീണ്ടും ഒരു പോസിബിലിറ്റിയാണ്. വൈറ്റ് ബട്ടർഫ്ലൈസ്, ഈ ഒരു സമയത്ത് വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വിത്തിൻ 72 hours. ഓക്കെ, വീണ്ടും ഒരു പോസിബിലിറ്റിയാണ്. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയത് നേച്ചർ, പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 33 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം. ലെറ്റർ ബി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 21 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. യെസ്, പോസിബിൾ, നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് ആ കാര്യം പോസിബിൾ ആണ് എന്ന് പറയുകയാണ്. 1998 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 1988 എന്ന് പറയുന്ന ഒരു വർഷമാണ്. 1982 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 28 ലെറ്റർ ആർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 13 കിട്ടിയിട്ടുണ്ട്. ടാറ്റു ആർട്ടൊക്കെ ചെയ്ത വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. റെയിൻബോ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാകാം. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ ഉള്ള സമയമായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ലെറ്റർ വി, ഫ്ലവേഴ്സ്. ഓക്കെ, 46 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 22 ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് 22. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.